വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. സംഖ്യയുടെ പുസ്തകം 35-ാം അധ്യായം. ജെറീക്കോയ്ക്ക് സമീപം ജോർദാൻ അക്കരെ മോവാബ് സമതലങ്ങളിൽ വെച്ച് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേലരോട് തങ്ങളുടെ വസ്തുവകകളുടെ അവകാശത്തിൽ നിന്ന് ലേവായർക്ക് വസിക്കാൻ പട്ടണങ്ങൾ കൊടുക്കണമെന്ന് നീ ആജ്ഞാപിക്കുക. പട്ടണങ്ങളോട് ചേർന്ന് അവയ്ക്ക് ചുറ്റുമായി മേച്ചിൽ സ്ഥലവും നിങ്ങൾ ലേവായർക്ക് നൽകണം. പട്ടണങ്ങൾ അവർക്ക് താമസിക്കാനുള്ളതായിരിക്കും. അവയുടെ മേച്ചിൽ സ്ഥലങ്ങൾ അവരുടെ മൃഗഗണത്തിനും കാലിസമ്പത്തിനും അവരുടെ എല്ലാ ജന്തുക്കൾക്കും വേണ്ടിയുള്ളതായിരിക്കും. ലേവായർക്ക് നിങ്ങൾ കൊടുക്കുന്ന പട്ടണങ്ങൾക്കുള്ള മേച്ചിൽ സ്ഥലങ്ങൾ പട്ടണ മതിലിൽ നിന്ന് പുറത്തേക്ക് ചുറ്റും 1000 മുഴം ഉണ്ടായിരിക്കണം. പട്ടണത്തിന് പുറത്ത് കിഴക്കുഭാഗത്തേക്ക് 2000 മുഴവും തെക്കുഭാഗത്തേക്ക് 2000 മുഴവും പടിഞ്ഞാറ് ഭാഗത്തേക്ക് 2000 മുഴവും വടക്കുഭാഗത്തേക്ക് 2000 മുഴവും നിങ്ങൾ അളക്കണം. ഇങ്ങനെയായിരിക്കും പട്ടണങ്ങളോടനുബന്ധിച്ചുള്ള അവരുടെ മേച്ചിൽ സ്ഥലങ്ങൾ. അവയുടെ മധ്യത്തിലായിരിക്കണം ഓരോ പട്ടണവും. നിങ്ങൾ ലേവായർക്ക് നൽകുന്ന പട്ടണങ്ങളോടൊപ്പം ഘാതകന് പലായനം ചെയ്യാനുള്ള ഇടമായി 6 സങ്കേത നഗരങ്ങൾ കൊടുക്കണം. ഇവയ്ക്ക് പുറമെയാണ് നിങ്ങൾ നൽകുന്ന 42 പട്ടണങ്ങൾ. അങ്ങനെ നിങ്ങൾ ലേവായർക്ക് നൽകേണ്ട ആകെ പട്ടണങ്ങൾ 48 പട്ടണങ്ങളാണ്, അവയും അവയുടെ മേച്ചിൽ സ്ഥലങ്ങളും. നിങ്ങൾ ഇസ്രായേലരുടെ വസ്തുവകയിൽ നിന്ന് പട്ടണങ്ങൾ കൊടുക്കുമ്പോൾ വലിയതിൽ നിന്ന് കൂടുതൽ എടുക്കണം, ചെറിയതിൽ നിന്ന് കുറച്ചെടുക്കണം. ഓരോന്നും അത് അവകാശമാക്കിയ ഓഹരി അനുസരിച്ചാണ് അതിൻ്റെ പട്ടണങ്ങളിൽ നിന്ന് ലേവായർക്ക് കൊടുക്കേണ്ടത്. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: നീ ഇസ്രായേലരോട് പ്രഖ്യാപിക്കുക, കാനാൻ ദേശം ലക്ഷ്യമാക്കി നിങ്ങൾ ജോർദാൻ കടക്കുകയാണല്ലോ. നിങ്ങൾക്കായി പട്ടണങ്ങൾ പണിയുമ്പോൾ സങ്കേത നഗരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അബദ്ധവശാൽ ആളെ നിഹനിക്കുന്ന കൊലയാളി അവിടേക്ക് പലായനം ചെയ്യട്ടെ. പ്രതികാരിയിൽ നിന്ന് അഭയം തേടേണ്ടതിന് നിങ്ങൾക്ക് നഗരങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ ന്യായവിധിക്കായി സമൂഹത്തിന്റെ മുൻപിൽ നിൽക്കുന്നതുവരെ കൊലപാതകി മരിക്കാതിരിക്കും. നിങ്ങൾ പട്ടണങ്ങൾ നിശ്ചയിക്കുമ്പോൾ 6 സങ്കേത നഗരങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കണം. 3 പട്ടണങ്ങൾ ജോർദാൻ അക്കരെ നിങ്ങൾ നീക്കിവെക്കണം. 3 പട്ടണങ്ങൾ കാനാൻ ദേശത്തും നിങ്ങൾ നീക്കിവെക്കണം. അവയായിരിക്കും സങ്കേത നഗരങ്ങൾ. ഇസ്രായേലിയർക്കും അവരുടെ ഇടയിലുള്ള പ്രവാസിക്കും അതിഥിക്കും ഈ 6 പട്ടണങ്ങൾ അഭയത്തിനുള്ളതായിരിക്കും. മനഃപൂർവ്വമല്ലാതെ ഒരു വ്യക്തിയെ കൊല്ലുന്ന ആർക്കും അവിടേക്ക് പലായനം ചെയ്യാൻ തന്നെ. ഇരുമ്പ് ആയുധം കൊണ്ട് ആരെങ്കിലും ഒരുവനെ പ്രഹരമേൽപ്പിച്ചിട്ട് അവൻ മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്. കൊലയാളി തീർച്ചയായും വധിക്കപ്പെടണം. കൈക്കല്ലുകൊണ്ട് അവൻ മരിക്കാനിടയായാൽ, അതായത് അതുകൊണ്ട് അയാൾ അവനെ പ്രഹരമേൽപ്പിച്ചിട്ട് അവൻ മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്. കൊലയാളി തീർച്ചയായും വധിക്കപ്പെടണം. കൈത്തടി ആയുധം കൊണ്ട് അവൻ മരിക്കാനിടയായാൽ, അതായത് അതുകൊണ്ട് അയാൾ അവനെ പ്രഹരമേൽപ്പിച്ചിട്ട് അവൻ മരിക്കാനിടയായാൽ അത് കൊലപാതകമാണ്. കൊലയാളി തീർച്ചയായും വധിക്കപ്പെടണം. രക്തപ്രതികാരിയാണ് ഘാതകനെ വധിക്കേണ്ടത്. കണ്ടുമുട്ടുമ്പോൾ അയാൾ അവനെ കൊല്ലണം. ഒരാൾ വിദ്വേഷം മൂലം ഒരുവനെ തള്ളിയിട്ടിട്ടോ ദുരുദ്ദേശത്തോടെ അവന്റെ മേൽ വലിച്ചെറിഞ്ഞിട്ടോ അവൻ മരിച്ചാൽ, അഥവാ വിരോധം നിമിത്തം തൻ്റെ കൈകൊണ്ട് അവനെ പ്രഹരിച്ചിട്ട് അവൻ മരിച്ചാൽ, അതിക്രമി തീർച്ചയായും വധിക്കപ്പെടണം. അത് കൊലപാതകമാണ്. രക്തപ്രതികാരി ഘാതകനെ കണ്ടുമുട്ടുമ്പോൾ അവനെ വധിക്കണം. ഒരാൾ വിരോധം നിമിത്തമല്ലാതെ പെട്ടെന്ന് ഒരുവനെ തള്ളിയിടുകയോ മനഃപൂർവ്വമല്ലാതെ എന്തെങ്കിലും ഉരുപ്പടി അവന്റെ മേൽ വലിച്ചെറിയുകയോ കാണാതെയാണെങ്കിലും മരിക്കത്തക്ക വിധം ഒരുവന്റെ മേൽ ഏതെങ്കിലും കല്ല്
വധിക്കാനിടയാക്കുകയോ ചെയ്തതുമൂലം അവൻ മരിക്കുന്നു എന്നിരിക്കട്ടെ. അയാൾ അവന്റെ ശത്രുവോ അവനെതിരെ തിന്മ അന്വേഷിക്കുന്നവനോ അല്ലെങ്കിൽ ഘാതകനും രക്തപ്രതികാരിക്കുമിടയിൽ ഈ ന്യായപ്രമാണങ്ങൾ അനുസരിച്ച് സമൂഹം വിധി പ്രസ്താവിക്കണം. സമൂഹം ഘാതകനെ രക്തപ്രതികാരിയുടെ കയ്യിൽ നിന്ന് വിമോചിപ്പിക്കണം. അവൻ പലായനം ചെയ്ത് എത്തിയിരുന്ന അവന്റെ സങ്കേത നഗരത്തിലേക്ക് തന്നെ സമൂഹം അവനെ തിരിച്ചുവിടണം. വിശുദ്ധിയുടെ തൈലം കൊണ്ട് അവിടുന്ന് അഭിഷേകം ചെയ്ത മഹാപുരോഹിതന്റെ മരണം വരെ അവൻ അതിൽ തന്നെ താമസിക്കണം. എന്നാൽ കൊലപാതകി താൻ പലായനം ചെയ്തെത്തിയ സങ്കേത നഗരത്തിന്റെ അതിർത്തി വിട്ട് പുറപ്പെടാൻ മുതിരുകയും രക്തപ്രതികാരി ഘാതകനെ സങ്കേത നഗരത്തിന്റെ അതിർത്തിക്ക് പുറത്തുവച്ച് കണ്ടെത്തി വധിക്കുകയും ചെയ്താൽ രക്തപ്രതികാരിക്ക് രക്തപാതകം ഉണ്ടായിരിക്കുകയില്ല. കാരണം മഹാപുരോഹിതന്റെ മരണം വരെ അവൻ തന്റെ സങ്കേത നഗരത്തിൽ തന്നെ വസിക്കേണ്ടിയിരുന്നു. മഹാപുരോഹിതന്റെ മരണശേഷം തനിക്ക് അവകാശമുള്ള ഭൂമിയിലേക്ക് ഘാതകന് തിരിച്ചു പോകാം. ഇവ നിങ്ങളുടെ എല്ലാ വാസസ്ഥലങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്ക് ന്യായപ്രമാണ ചട്ടമായിരിക്കും. ജീവഹാനി വരുത്തുന്ന ഏത് കൊലപാതകിയെയും സാക്ഷികളുടെ അടിസ്ഥാനത്തിലാണ് വധിക്കേണ്ടത്. മരണശിക്ഷയ്ക്ക് ഒരു വ്യക്തിക്കെതിരെ ഒരു സാക്ഷി മാത്രം മൊഴി നൽകിയാൽ പോരാ. മരണാർഹമാം വിധം ദുഷ്ടനായ കൊലപാതകിയുടെ ജീവന് വേണ്ടി നിങ്ങൾ പരിഹാരദ്രവ്യം സ്വീകരിക്കരുത്. എന്തെന്നാൽ അവൻ വധിക്കപ്പെടുക തന്നെ വേണം. അവൻ തന്റെ സങ്കേത നഗരത്തിലേക്ക് പലായനം ചെയ്യാൻ നാട്ടിൽ തിരിച്ചെത്തുന്നതിനായി പുരോഹിതന്റെ മരണം വരെ താമസിക്കാൻ നിങ്ങൾ പരിഹാരദ്രവ്യം സ്വീകരിക്കരുത്. നിങ്ങൾ ആയിരിക്കുന്ന ദേശം നിങ്ങൾ ദുഷിപ്പിക്കരുത്. തീർച്ചയായും രക്തം തന്നെയാണ് ദേശത്തെ ദുഷിപ്പിക്കുന്നത്. ദേശത്ത് ചൊരിയപ്പെട്ട രക്തത്തിനായി അത് ചൊരിഞ്ഞവന്റെ രക്തം കൊണ്ടല്ലാതെ ദേശത്തിനു വേണ്ടി പരിഹാരം ചെയ്യപ്പെടുകയില്ല. നിങ്ങൾ അധിവസിക്കുന്ന ദേശം മലിനമാക്കരുത്. കാരണം ഞാൻ അതിൻ്റെ മധ്യേ വസിക്കുന്നു. തീർച്ചയായും കർത്താവായ ഞാൻ ഇസ്രായേല്യരുടെ മധ്യേ വസിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 36-ാം അധ്യായം. ജോസഫ്യരുടെ കുടുംബങ്ങളിൽ നിന്ന് മനാസയുടെ മകനായ മാക്കീറിന്റെ മകൻ ഗിലെയാദിന്റെ മക്കളുടെ പിതൃകുടുംബ തലവന്മാർ അടുത്തുവന്ന് മോശയുടെ മുൻപാകെയും ഇസ്രായേലിയ പിതൃതലവന്മാരായ നേതാക്കന്മാരുടെ മുൻപാകെയും ഉണർത്തിച്ചു. അവർ പറഞ്ഞു, ഇസ്രായേലിയർക്ക് ദേശം കുറിയിട്ട് അവകാശമായി കൊടുക്കാൻ എൻ്റെ യജമാനനെ കർത്താവ് നിയോഗിച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ സഹോദരനായ സെലോഫഹാദിന്റെ അവകാശം അവന്റെ പുത്രിമാർക്ക് കൊടുക്കാനും എൻ്റെ യജമാനൻ കർത്താവാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നല്ലോ. എന്നാൽ അവർ ഇസ്രായേലിയരിലെ ഗോത്രക്കാരിൽ നിന്ന് ആർക്കെങ്കിലും ഭാര്യമാരായി തീർന്നാൽ അവരുടെ ഓഹരി ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് വേർപെടുത്തപ്പെട്ട് അവർ സ്വന്തമായി തീരുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് ചേർക്കപ്പെടും. അങ്ങനെ അത് ഞങ്ങളുടെ അവകാശക്കുറിയിൽ നിന്ന് വിട്ടുപോകും. ഇസ്രായേലിയർക്ക് ജൂബിലിയാകുമ്പോൾ അവർ ആർക്ക് സ്വന്തമായി തീർന്നിരുന്നുവോ ആ ഗോത്രത്തിന്റെ അവകാശത്തോട് അവരുടെ ഓഹരി ചേർക്കപ്പെടുകയും ഞങ്ങളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തിൽ നിന്ന് അവരുടെ ഓഹരി വിട്ടുപോവുകയും ചെയ്യും. കർത്താവിന്റെ വാക്കനുസരിച്ച് മോശ ഇസ്രായേലിയരെ ഇപ്രകാരം അനുശാസിച്ചു. ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രം പറയുന്നത് ശരി തന്നെ. കർത്താവ് സെലോഫഹാദിന്റെ പുത്രിമാരെ കുറിച്ച് കൽപ്പിക്കുന്ന കാര്യം ഇതാണ്: തങ്ങൾക്കിഷ്ടമുള്ളവർക്ക് അവർ ഭാര്യമാരായി കൊള്ളട്ടെ. എന്നാൽ തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമേ അവർ ഭാര്യമാരാകാവൂ. ഇസ്രായേലിയരുടെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റരുത്. ഇസ്രായേലിയർ ഓരോ വ്യക്തിയും അവനവന്റെ പിതൃഗോത്രത്തിന്റെ അവകാശത്തോട് ചേർന്ന് നിൽക്കണം. ഇസ്രായേലി ഗോത്രങ്ങളിൽ നിന്ന് അവകാശം ആർജിക്കുന്ന ഓരോ പുത്രിയും തൻ്റെ പിതൃഗോത്ര കുടുംബങ്ങളിൽ നിന്നുള്ള ഒരാളുടെ ഭാര്യയാവണം. അങ്ങനെ ഇസ്രായേലിയർ ഓരോരുത്തരും തൻ്റെ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തണം. അപ്പോൾ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല. കാരണം ഇസ്രായേലരുടെ ഗോത്രങ്ങൾ ഓരോന്നും
സ്വന്തം അവകാശത്തോട് ചേർന്ന് നിൽക്കേണ്ടതാണ്. കർത്താവ് മോശയെ അനുശാസിച്ചതുപോലെ തന്നെ സെലോഫഹാദിന്റെ പുത്രിമാർ ചെയ്തു. സെലോഫഹാദിന്റെ പുത്രിമാരായ മഹ്ല, തിർസ, ഹൊഗ്ല, മിൽക്ക, നോവ എന്നിവർ തങ്ങളുടെ പിതൃ സഹോദര പുത്രന്മാർക്ക് ഭാര്യമാരായി. ജോസഫിന്റെ മകനായ മനാസയുടെ കുടുംബങ്ങളിൽ നിന്നുള്ള പുത്രന്മാർക്ക് അവർ ഭാര്യമാരായി തീർന്നു. അങ്ങനെ അവരുടെ ഓഹരി പിതൃകുടുംബത്തിന്റെ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കാനിടയായി. ജെറിക്കോയ്ക്ക് സമീപം ജോർദാൻ അക്കരെ മോവാബ് സമതലങ്ങളിൽ വെച്ച് കർത്താവ് മോശ വഴി ഇസ്രായേലിനോട് ആജ്ഞാപിച്ച കൽപ്പനകളും ന്യായപ്രമാണങ്ങളും ഇവയാണ്. 117 സങ്കീർത്തനം. സകല ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, സകല ജനപദങ്ങളെ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. എന്തെന്നാൽ നമ്മുടെ മേൽ അവിടുത്തെ കാരുണ്യം പ്രബലമാണ്, കർത്താവിന്റെ വിശ്വസ്തത ശാശ്വതമാണ്. ഹല്ലേലൂയാഹ്. 118 സങ്കീർത്തനം. കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനല്ലോ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ഇസ്രായേൽ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. അഹ്റോന്റെ ഭവനം പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. കർത്താവിനെ ഭയപ്പെടുന്നവർ പറയട്ടെ, അവിടുത്തെ കാരുണ്യം ശാശ്വതമല്ലോ. ഞെരുക്കത്തിൽ നിന്ന് ഞാൻ കർത്തനെ വിളിച്ചപേക്ഷിച്ചു, കർത്തൻ ഉദാരതയിൽ എനിക്ക് ഉത്തരമരുളി. എനിക്ക് വേണ്ടി കർത്താവുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാനാണ്? കർത്താവ് എന്നെ സഹായിക്കുന്നവനായി എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ എൻ്റെ ശത്രുക്കളെ നോക്കി നിൽക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. നേതാക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. ജനതകളെല്ലാം എന്നെ വളഞ്ഞു, കർത്താവിന്റെ നാമത്തിലത്രേ ഞാൻ അവരെ പ്രതിരോധിച്ചത്. അവരെന്നെ വളഞ്ഞു, വല്ലാതെ വളഞ്ഞു, കർത്താവിന്റെ നാമത്തിലത്രേ ഞാൻ അവരെ പ്രതിരോധിച്ചത്. തേനീച്ചകൾ പോലെ അവരെന്നെ വളഞ്ഞു, കണ്ടകാഗ്നി പോലെ അവർ കെട്ടടങ്ങി. കർത്താവിന്റെ നാമത്തിലത്രേ ഞാൻ അവരെ പ്രതിരോധിച്ചത്. വീഴും വിധം ഞാൻ ആഞ്ഞു തള്ളപ്പെട്ടു, എന്നാൽ കർത്താവ് എന്നെ സഹായിച്ചു. കർത്തൻ എൻ്റെ ബലവും എൻ്റെ ഗാനവുമാണ്, അവിടുന്ന് എനിക്ക് രക്ഷയായി തീർന്നു. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ആനന്ദപ്രകടനത്തിന്റെയും രക്ഷയുടെയും ആരവം. കർത്താവിന്റെ വലത്ത് കൈ കരുത്തു കാട്ടുന്നു, കർത്താവിന്റെ വലത്ത് കൈ ഉയർന്നിരിക്കുന്നു, കർത്താവിന്റെ വലത്ത് കൈ കരുത്തു കാട്ടുന്നു. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. കർത്തന്റെ പ്രവൃത്തികൾ ഞാൻ വിവരിക്കും. കർത്തൻ എന്നെ വല്ലാതെ ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിന് ഏൽപ്പിച്ചില്ല. നീതിയുടെ കവാടങ്ങൾ നിങ്ങൾ എനിക്കായി തുറക്കുവിൻ. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്തന് കൃതജ്ഞത അർപ്പിക്കട്ടെ. ഇതാണ് കർത്താവിനുള്ള കവാടം, നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിച്ചു കൊള്ളട്ടെ. എനിക്ക് ഉത്തരമരുളുകയും എനിക്ക് രക്ഷയാവുകയും ചെയ്തതിനാൽ അങ്ങേക്ക് ഞാൻ കൃതജ്ഞത അർപ്പിക്കും. പണിക്കാർ ഉപേക്ഷിച്ച കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് സംഭവിച്ചത് കർത്താവിൽ നിന്നാണ്, നമ്മുടെ ദൃഷ്ടികളിൽ വിസ്മയനീയമാണത്. കർത്താവ് ഒരുക്കിയ ദിവസം ഇതാണ്, ഇന്ന് നമുക്ക് ഉല്ലസിക്കാം, സന്തോഷിക്കാം. കർത്താവെ, ഞാൻ കെഞ്ചുന്നു, രക്ഷിച്ചാലും. കർത്താവെ, ഞാൻ കെഞ്ചുന്നു, വിജയിപ്പിച്ചാലും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. കർത്തൃഭവനത്തിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ ആശീർവദിച്ചിരിക്കുന്നു. കർത്താവാണ് തമ്പുരാൻ, അവിടുന്ന് നമുക്ക് പ്രകാശമായിരിക്കുന്നു. ബലിപീഠത്തിന്റെ കൊമ്പുകൾ വരെ മരച്ചില്ലകളുമായി നിങ്ങൾ പ്രദക്ഷിണം ചെയ്യുവിൻ. അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞതയർപ്പിക്കും. എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനല്ലോ. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 31 മുതൽ 44 വരെയുള്ള തിരുവചനങ്ങൾ. പിന്നെ അവൻ ഗലീലയിലെ ഒരു പട്ടണമായ കഫർനാമിലേക്ക് പോയി സാബത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അവന്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി, കാരണം അധികാരത്തോടെയായിരുന്നു അവന്റെ വചനം. അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ
സിനഗോഗിൽ ഉണ്ടായിരുന്നു. അവൻ വലിയ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഹാ നസ്രായനായ യേശുവേ, ഞങ്ങൾക്കും നിനക്കും എന്ത്? ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത്? നീ ആരാണെന്ന് എനിക്കറിയാം, ദൈവത്തിന്റെ പരിശുദ്ധൻ. യേശു അവനെ ശാസിച്ചു പറഞ്ഞു, മിണ്ടരുത്, അവനെ വിട്ടുപോകൂ. ആ പിശാച് ഉപദ്രവമൊന്നും വരുത്താതെ നടുവിലേക്ക് തള്ളിയിട്ട ശേഷം അവനെ വിട്ടുപോയി. എല്ലാവരും അത്ഭുതപ്പെട്ട് പരസ്പരം പറഞ്ഞു, എന്തൊരു വചനമാണിത്! ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നല്ലോ. അവനെ പറ്റിയുള്ള വാർത്ത സമീപ പ്രദേശങ്ങളിലെല്ലാം വ്യാപിച്ചു. അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് ശിമയോന്റെ വീട്ടിലേക്ക് പോയി. ശിമയോന്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പിലായിരുന്നു. ആളുകൾ അവൾക്ക് വേണ്ടി അവനോട് അപേക്ഷിച്ചു. അവൻ അവളുടെ അടുത്ത് ചെന്ന് പനിയെ ശാസിച്ചു. അത് അവളെ വിട്ടുമാറി. ഉടനെ അവൾ എഴുന്നേറ്റ് അവരെ ശുശ്രൂഷിച്ചു. സൂര്യാസ്തമയമായപ്പോൾ വിവിധ രോഗങ്ങളാൽ അവശരായവരെയെല്ലാം അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവൻ അവരെ സുഖപ്പെടുത്തി. നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്ന് പിശാചുകൾ വിട്ടുപോയി. അവൻ അവയെ ശാസിച്ചു. സംസാരിക്കാൻ അവൻ അവയെ അനുവദിച്ചില്ല, കാരണം അവൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നു. പ്രഭാതമായപ്പോൾ അവൻ പുറപ്പെട്ട് ഒരു വിജന സ്ഥലത്തേക്ക് പോയി. ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു ചെന്നു. തങ്ങളെ വിട്ടുപോകുന്നതിൽ നിന്ന് അവർ അവനെ തടഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിന്റെ സദ്വാർത്ത അറിയിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ അതിനു വേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത്. അവൻ യൂദയായിലെ സിനഗോഗുകളിൽ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ